ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ദ ഫസ്റ്റ് നൈറ്റ് വിത്ത് ഡ്യൂക്ക് എന്ന കൊറിയൻ ഡ്രാമയുടെ 9ാമത്തെ എപ്പിസോഡാണ്. അങ്ങനെ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മുടെ ചായനെ ആരോ തട്ടിക്കൊണ്ടുപോയതും അവളെ ആക്രമിക്കാനായിട്ട് ശ്രമിക്കുന്നതും നമ്മൾ കണ്ടതാണ്. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇവനാകട്ടെ അവളെ ആരോ പിടിച്ചുകൊണ്ടുപോയി എന്ന് മനസ്സിലാക്കിയിട്ട് അവന്റെ പടയാളികളെയും എല്ലാരെയും കൂട്ടിക്കൊണ്ട് അവൾക്ക് വേണ്ടി ആ ഒരു വില്ലേജ് മുഴുവനും സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവൻ കൂടാതെ തന്നെ നമ്മുടെ ചായന്റെ പാരന്റ്സും അവളുടെ 3 ബ്രദേഴ്സും അവളുടെ മെയ്ഡൊക്കെ അവൾക്ക് വേണ്ടി ആ നാട് മുഴുവനെ തന്നെ സെർച്ച് ചെയ്യുന്നുണ്ട്. അന്നത്തെ നൈറ്റ് ഇതിന്റെ തിക്കും ബഹളവും കാരണം ഇങ്ങനെ നമ്മുടെ ച മിസ്സിംഗിലായി പോയതാണെന്ന് അവിടുത്തെ നാട്ടുകാരും ഇൻക്ലൂഡിങ് സിയോങ്ങും അറിയുന്നുണ്ട്. അതേസമയം തന്നെ ഒരു സെർവന്റ് വന്ന് ഊണയോടും ഇപ്പൊ ച മിസ്സിംഗിലാണ് എന്നുള്ള കാര്യം അറിയിക്കുന്നുണ്ട്. പക്ഷെ അതിന് കൃത്യമായിട്ടൊരു മറുപടി കൊടുക്കാതെ വളരെ സൈലന്റ് ആയിട്ട് ഇരിക്കുന്ന ഊണിനെയാണ് നമ്മളെ കാണിക്കുന്നത്. ഇതേ നേരം തന്നെ ചായനിപ്പോ ഒരു കിഡ്നാപ്പർ അറ്റാക്ക് ചെയ്യാനായിട്ട് വരുമ്പോ ആദ്യം അവൾ കുതിച്ചു ചാടി പിന്നീട് നീ എന്നെ ഒന്നും തന്നെ ചെയ്യണ്ടെന്നും കാരണം ഈവൻ എന്തായാലും എന്നെ കണ്ടുപിടിക്കുന്നു, അവനെങ്ങാനും നിന്നെ കണ്ടു കഴിഞ്ഞാൽ അതോടുകൂടി നിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവുന്നൊക്കെ പറഞ്ഞ് ച ആ ഒരു കിഡ്നാപ്പറെ പേടിപ്പിക്കാനായിട്ട് നോക്കുന്നുണ്ടെങ്കിലും തന്റെ ജീവൻ പോയാലും വേണ്ടില്ല, പക്ഷെ എന്നെ ഈ ദൗത്യം ഏൽപ്പിച്ചിട്ടുള്ള അയാളുടെ വാക്ക് തന്നൊരിക്കലും കേൾക്കാതിരിക്കില്ലെന്ന് അവനിപ്പോ ചായയുടെ അടുത്ത് പറയാണ്. എന്നാൽ ഇതേ നേരം തന്നെ ചായനെ കൈ കെട്ടിയിട്ടിട്ടുണ്ടായിരുന്ന അവിടെയായിട്ട് ഒരു നൈഫ് കിടക്കുന്നത് അവള് ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പൊ ചാ ആ ഒരു കിഡ്നാപ്പറിന്റെ ശ്രദ്ധ പതിയെ ഡൈവേർട്ട് ചെയ്തിട്ട് തന്ത്രപൂർണ്ണം തന്നെ ആ ഒരു നൈഫ് എടുത്ത് അവളുടെ കെട്ടുകൾ അഴിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അങ്ങനെ അതിനുശേഷം ആ ഒരു കിഡ്നാപ്പർ കറക്റ്റ് അവളെ കുത്താനായിട്ട് വരുന്ന അതേ ടൈമിൽ തന്നെ കറക്റ്റ് ടൈമിൽ ചാ അവളുടെ കെട്ടുകളൊക്കെ അഴിച്ച് അയാളെയും തട്ടിമാറ്റി അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഓടുന്നുണ്ട്. പക്ഷെ അതാകട്ടെ വളരെ അബാൻഡൻഡ് ആയിട്ടുള്ള ഒരു സ്ഥലം ആയതുകൊണ്ട് അടുത്തെങ്ങും ആരോടെങ്കിലും ഹെൽപ്പ് ചോദിക്കാനൊന്നും അവൾക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. ഇതേ നേരം തന്നെ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് ജങ് ഇപ്പൊ ഈ ബണ്ണെ കാണാനായിട്ട് എത്തിയിട്ട് ഷായ്ക്ക് എന്താണ് സംഭവിച്ചതെന്ന് അവന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ക്ലൂവും കിട്ടാതെ അവരങ്ങനെ നിൽക്കുന്ന സമയത്താണ് സിയോങ് ഇപ്പൊ അവിടേക്ക് വന്നിട്ട് ഫിയാൻസിക്ക് വേണ്ടി നീ ഇങ്ങനെ പെർമിഷനൊന്നും ഇല്ലാതെ ഈ സോൾജേഴ്സിനൊക്കെ ഇറക്കുന്നത് തെറ്റാണെന്ന് നിനക്കറിയില്ലേ എന്നൊക്കെ ചോദിച്ച് അവനിങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യാനായിട്ട് നോക്കുമ്പോ ഇത് കേട്ടിട്ട് ഈ പെണ്ണ് നല്ല രീതിയിൽ ദേഷ്യം വന്നിട്ട് അവനോട് തിരിച്ചെന്തെങ്കിലും പറയും മുമ്പ് തന്നെ ജങ് ഇപ്പൊ വന്നിട്ട് ഈ ഒരു സമയത്ത് നിങ്ങൾ രണ്ടുപേരും കൂടി ആർഗ്യൂ ചെയ്യരുതെന്ന് അവരോട് ആവശ്യപ്പെടാണ്. എന്നാൽ ഇതേ നേരം തന്നെ ചാ മിസ്സിംഗിലാവുന്നേക്കാളും മുമ്പ് അവളെ ലാസ്റ്റ് ആയിട്ട് കണ്ട ഒരു വിറ്റ്നസ് ഉണ്ടെന്ന് ഗാർഡ്സ് പറഞ്ഞ് ഇവൻ അറിയുമ്പോൾ അവൻ നേരെ തന്നെ ആ ഒരു വിറ്റ്നസിനെ കാണാനായിട്ട് ചെല്ലുന്നുണ്ട്. അപ്പോഴാണ് ചാൻ ഏറ്റവും അവസാനമായിട്ട് കണ്ട സ്ഥലത്തുനിന്ന് കുറച്ചു നേരത്തിന് ശേഷം വളരെ യുണീക്ക് ആയിട്ടുള്ള ഇവിടെയെങ്കിലും കാണാത്ത ഒരു പാലൻക്വിൻ 1 മണിക്കൂർ മുമ്പേ ഈ ഒരു വഴി കൂടെ പോയിന്ന് ആ ഒരു വിറ്റ്നസ് പറയാണ്. അങ്ങനെ ഇതും കൂടി കേൾക്കുമ്പോൾ അവര് ദൂരേക്ക് എവിടേക്കും പോയിട്ടില്ലെന്നുള്ള കാര്യം ഈ പെണ്ണ് ഉറപ്പാകുന്നുണ്ട്. അങ്ങനെ ഈ പെണ്ണ് ഇപ്പോ ചായനെയും തിരക്കി ഒരു പാലങ്കിൻ പോയ റൂട്ടിൽ പോകുമ്പോ ഇതേ സമയം ആ ഒരു കിഡ്നാപ്പറുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് ചായ് ഇപ്പോ അവിടെ സൈഡിലായിട്ടുണ്ടായിരുന്ന ഒരു വീടിന്റെ ഭാഗത്തേക്ക് പോയിട്ട് അവിടെ അവൾ കണ്ട ഒരു ഡ്രമ്മെ വളരെ സൗണ്ടോട് കൂടി കൊട്ടി ആരെങ്കിലും തന്നെ കേൾക്കുമെന്നുള്ള പ്രതീക്ഷയില് അങ്ങനെ സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കെ തന്നെ ആ ഒരു കിഡ്നാപ്പർ ഇപ്പൊ വന്ന് അവളെ വലിച്ച് താഴെ ഇട്ടിട്ട് അവളെ ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ നോക്കുമ്പോ അതേ ടൈമിൽ തന്നെ കറക്റ്റ് ഈ പെൺ അവിടേക്ക് എത്തിയിട്ട് ഒരു കിഡ്നാപ്പറെ വളരെ ദേഷ്യത്തോടെ തള്ളി മാറ്റുന്നുണ്ട്. പിന്നീട് അവന്റെ വാളെടുത്ത് ആ ഒരു കിഡ്നാപ്പറിനെ അയോടെ കൊല്ലാനായിട്ട് ഒരുങ്ങിയപ്പോ ചായാണ് ആ ഒരു കിഡ്നാപ്പറിനെ കൊല്ലരുതെന്ന് അവന്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ 1 മിനിറ്റ് ആകെ സ്റ്റക്കായി പിന്നീട് അവൻ ആ ഒരു വാള് താഴെ ഇടുന്നുണ്ട്. ഇതേ നേരം അവിടേക്ക് അവളുടെ മെയ്ഡും ജങ്ങും ഇവന്റെ ഒരു ഗാർഡും എല്ലാരും എത്തുന്നുണ്ട്. അങ്ങനെ ഇപ്പൊ ആ ഒരു ഗാർഡ് ആ ഒരു കിഡ്നാപ്പറിനെ പിടിച്ചുകൊണ്ട് വരുമ്പോ ഈബണിപ്പോ വയ്യാതെ തളർന്നു പോയിട്ടുള്ള ചായനെ എടുത്ത് നേരെ അവളുടെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. എന്നാൽ ഇതേ സമയം തന്നെ ആ ഒരു കിഡ്നാപ്പറിനെ കാണുന്ന സമയത്ത് ഇതിനു മുമ്പ് ഊണുമായിട്ട് ഇതേ ഒരു കിഡ്നാപ്പർ സംസാരിച്ചു നിന്നതും ഊണ് ആ ഒരു രാത്രിയിലത്തെ കാര്യം സെറ്റ് ചെയ്യണമെന്നൊക്കെ പറയുന്നത് ജങ്ങിന് ഓർമ്മ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഊണായിരിക്കും ഇതിന് പുറകിലെന്ന് അവൻ സംശയിക്കുന്നുണ്ടെങ്കിലും ഊണ് എന്തിനാണ് അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള ചായനെ ഇനി കൊല്ലാനായിട്ട് ശ്രമിച്ചതെന്ന് എത്ര ആലോചിച്ചിട്ടും അവന് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. മാത്രമല്ല തനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഊണ് അങ്ങനത്തെ ഒരു വ്യക്തിയല്ലെന്നും അവൾ വളരെ കൈൻഡ് ആയിട്ടുള്ള ഒരു പെണ്ണാണെന്നും ആണ് അവൻ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നത്. ഇതേ നേരം അവളുടെ മെയ്ഡും ഈ പെണ്ണെല്ലാരും കൂടി ചായനെ അവളുടെ വീട്ടിലേക്ക് എത്തിച്ച് അവൾക്ക് വേണ്ട റെസ്റ്റും കെയറൊക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ തന്റെ മകളെ ഏറ്റവും സേഫ് ആയിട്ട് വീട്ടിലേക്ക് എത്തിച്ചതിന്റെ പേരില് പിന്നീട് ഈ പെണ്ണെ അവളുടെ അച്ഛനിപ്പോ ഡ്രിങ്ക്സ് ഒക്കെ കഴിക്കാനായിട്ട് വിളിച്ച് അവന്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട്. മാത്രമല്ല നിങ്ങളുടെ സ്നേഹത്തിന് മുമ്പിൽ ഇനി ഞാൻ കണ്ണടക്കില്ലെന്നും ചായക്കും ഈ പെണ്ണും ഇടയിലുള്ള ആ ഒരു റിലേഷൻഷിപ്പിനെ താൻ ആക്സെപ്റ്റ് ചെയ്തുവെന്നും ഇരുവർക്കും കല്യാണം കഴിക്കാനായിട്ടുള്ള ബ്ലെസ്സിങ്സും താൻ കൊടുക്കുമെന്നും ഇപ്പൊ ചായന്റെ അച്ഛൻ പറയുന്നുണ്ട്. മാത്രമല്ല ഇന്നും നീ ഇതുപോലെ തന്നെ എന്റെ മകളെ പ്രൊട്ടക്ട് ചെയ്യണമെന്നും ചായയുടെ അച്ഛൻ ആവശ്യപ്പെടുമ്പോൾ താൻ മരിച്ചു കഴിഞ്ഞാൽ പോലും ഞാൻ അവളെ പ്രൊട്ടക്ട് ചെയ്തു കൊള്ളാമെന്ന് ഇവളിപ്പോ ആ ഒരു അച്ഛന് പ്രോമിസ് കൊടുക്കാണ്. ഇതേ നേരം തന്നെ വേറൊരിടത്ത് ഇവന്റെ ഗാർഡ് ഇപ്പോ
ഇപ്പോൾ ഒരു കിഡ്നാപ്പറിനെ അടിച്ച് എങ്ങനെയെങ്കിലും അയാളെ കൊണ്ട് സത്യം പറയിപ്പിക്കാനായിട്ട് നോക്കുന്നുണ്ടെങ്കിലും തന്നെ ചായനെ ആക്രമിക്കാനായിട്ട് ഏൽപ്പിച്ചിരുന്ന ആ ഒരു വ്യക്തിയുടെ പേരൊരിക്കലും ഒരു ഗാർഡ് പറയുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ അന്ന് രാത്രി ഇത്ര കിടന്നിട്ടും ഈബണ് സമാധാനത്തോടെ ഉറങ്ങാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല. ഇതിനു മുമ്പ് തന്റെ ബ്ലഡ് കാണാനായിട്ട് ഒരുപാട് ശത്രുക്കളെ കാത്തിരിക്കുന്നുണ്ടെന്നും ഈബണ്ണെ കല്യാണം കഴിച്ചതിന് ശേഷം അവനോടുള്ള ദേഷ്യമൊക്കെ അവന്റെ ശത്രുക്കള് അവന്റെ ഭാര്യയുടെയും കുഞ്ഞുങ്ങളുടെ അടുത്ത് തീർക്കുമെന്നും ചായയുടെ അച്ഛൻ പറഞ്ഞതും സിയോങ്ങിന്റെ പെട്ടെന്നുള്ള വരവും അവന്റെ ഭീഷണിയൊക്കെ ആലോചിച്ച് ആകെ അസ്വസ്ഥായിട്ട് ഇരിക്കുകയാണ് ഈബൺ. അങ്ങനെ പിറ്റേ ദിവസം ചായയുടെ വായിൽ നിന്നൊക്കെ ബ്ലഡ് വന്ന് അവൾ മരിച്ചു കിടക്കുന്ന ഒരു സ്വപ്നം കണ്ട് ആകെ ഞെട്ടിയിരിക്കുന്ന ഈബൺ തന്റെ അടുത്ത് തന്നെ ഇരിക്കുന്ന ചായനെ കണ്ട് അവന് കുറച്ചൊക്കെ സമാധാനം തോന്നി അവനിപ്പോ അവളെ ഹഗ് ചെയ്യുന്നുണ്ട്. മാത്രല്ല താൻ കാരണമാണ് നിനക്ക് അങ്ങനത്തെ ഒരു കാര്യം ഉണ്ടായതെന്നും എന്റെ ബാഡ് ലക്കാണ് നിന്റെ കൂടെ കൂടിയിരിക്കുന്നതെന്നൊക്കെ അവൻ പറയുമ്പോൾ അത് അങ്ങനെയൊന്നല്ലെന്നും മാത്രല്ല നമ്മൾ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരാളുടെ ഒപ്പം സന്തോഷത്തിലാണെങ്കിലും ദുഃഖത്തിലാണെങ്കിലും നമ്മൾ എപ്പോഴും കൂടെ ഉണ്ടായിരിക്കണം എന്നൊക്കെ അവളിപ്പോ ഈബണ്ണെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ട്. ഇതേ നേരം ഡച്ചൻ അവളുടെ റിലേഷൻഷിപ്പ് എപ്രൂവ് ചെയ്തെന്നുള്ള കാര്യം ഈബൺ ചായനെ അറിയിക്കുമ്പോൾ അവൾ അത് കേട്ട് വളരെ ഹാപ്പി ആകുന്നുണ്ട്. കാര്യം അവൾ ഈബന്റെ അടുത്ത് ഇങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും അവൾ ഒറ്റയ്ക്ക് മാറി നിൽക്കുന്ന സമയത്ത് അവളുടെ എക്സ്പ്രഷനിലൂടെ തന്നെ ചായ ഇപ്പോഴും ഒരു ട്രോമയിൽ നിന്ന് പുറത്തു വന്നിട്ടില്ലെന്നും അവൾക്ക് എപ്പോഴും നല്ല രീതിയിൽ പേടിയുണ്ടെന്നും നമുക്ക് മനസ്സിലാവും. പക്ഷെ അവൾ ഇവിടെ പേടിക്കുന്നത് ഈബണ് തന്നെയാണ്. കാരണം അവൾ ആ നോവലിൽ വായിച്ചിരുന്ന പോലെ വളരെ റിബലിയസ് ആയിട്ടൊരു ക്യാരക്ടറുള്ള ഈബൺ ഇനി ഒരിക്കലും അവന്റെ ആ ഒരു കൈ വെച്ച് ആരെയും കൊല്ലരുതെന്നും അങ്ങനെ കൊല്ലാനായിട്ട് സമ്മതിക്കരുതെന്നും ചാവ് ഇപ്പോൾ ആലോചിക്കുന്നുണ്ട്. ഇതേ നേരം ജങ്ങാകട്ടെ ഓൾറെഡി അവന് ഊണിനെ പറ്റി ചെറിയ ഡൗട്ടൊക്കെ ഉള്ളതുകൊണ്ട് അതൊന്ന് ക്ലാരിഫൈ ചെയ്യാനായിട്ട് അവൻ നേരെ ഇപ്പോൾ ഊണിന്റെ വീട്ടിലെത്തിയിട്ട് വളരെ കാഷ്വൽ ആയിട്ട് അവളുമായിട്ട് സംസാരിക്കുകയാണ്. അങ്ങനെ അതിന്റെ ഇടയിൽ ചായക്ക് പറ്റിയ ആ ഒരു ആക്സിഡന്റിന്റെ കാര്യം അവൻ പറയുമ്പോൾ ഊൺ വളരെ നോർമൽ ആയിട്ട് അവൾക്ക് എന്താണ് പറ്റിയതെന്നും അവൾ ഓക്കെ അല്ലേ, അവൾക്ക് കുഴപ്പമൊന്നും പറ്റിയിട്ടില്ലല്ലോ എന്നൊക്കെ വളരെ കെയറോട് കൂടി തിരക്കുമ്പോൾ അത് കേൾക്കുന്ന ജങ്ങന് ആകെ കൺഫ്യൂഷനായിട്ട് ഇത്രയും പാവം ഊണിനെയാണോ താൻ ഒരു ആവശ്യമില്ലാണ്ട് സംശയിച്ചത് എന്നൊക്കെ ആലോചിച്ച് ഗിൽറ്റിനെസ് തോന്നുന്നുണ്ട്. പക്ഷെ പിന്നീട് അവര് ചായ കുടിക്കാനായിട്ട് ഇരിക്കുന്ന നേരത്ത് ഊണിന്റെ റൂമിന്റെ അവിടെ നിന്ന് മറയ്ക്കപ്പെട്ട രീതിയിൽ അവനൊരു ലെറ്റർ കിട്ടി. അത് കണ്ട് ആകെ ഷോക്ക്ഡ് ആയിട്ട് ഊണിനോട് ഒന്ന് യാത്ര പോലും പറയാതെ അവൻ നേരെ തന്നെ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. ഇങ്ങനെ അടുത്ത സീനിൽ ഊണിപ്പോ വളരെ വെറീഡ് ആയിട്ട് ചായക്ക് എന്തെങ്കിലും പറ്റുമോന്നൊക്കെ അറിയാനായിട്ട് അവൾക്ക് വേണ്ട സ്നാക്സും മെഡിസിൻസ് ഒക്കെ ആയിട്ട് നേരെ ഇപ്പൊ അവളെ കാണാനായിട്ട് എത്തുന്നുണ്ട്. അങ്ങനെ അവളെ കണ്ട് അവൾക്ക് വേണ്ട ഷോയിൽമെന്റ്സ് ഒക്കെ കൊടുത്ത് ഊണിപ്പോ വളരെ കാര്യമായിട്ട് തന്നെ ചായനെ കെയർ ചെയ്യുന്ന സമയത്ത് അത് കാണുന്ന ചാ തന്നെ ഇത്രമാത്രം കെയർ ചെയ്ത് തനിക്ക് വേണ്ടി ഇത്രമാത്രം വെറി ചെയ്ത് സംസാരിക്കുന്ന ഊണിനോട് ചാപ്പ് താങ്ക്സ് ഒക്കെ പറയുന്നുണ്ട്. ഇതേ നേരം തന്നെ നിന്നെ അറ്റാക്ക് ചെയ്യാൻ നോക്കിയിട്ടുള്ള ആ ഒരു അറ്റാക്കറിന് എന്താണ് സംഭവിച്ചതെന്നൊക്കെ ഊണിപ്പോ ചായയുടെ അടുത്ത് തിരക്കുമ്പോൾ അയാള് ഈബന്റെ കസ്റ്റഡിയിലാണെന്നും അയാളെ ഈബൺ ഒരുപാട് ഉപദ്രവിച്ചെങ്കിലും തന്നോട് ഇത് ചെയ്യാൻ പറഞ്ഞത് ആരാണെന്ന് ആ ഒരു കിഡ്നാപ്പർ പുറത്തേക്ക് പറഞ്ഞിട്ടില്ലെന്നും ചായ ഇപ്പൊ ഊണിന്റെ അടുത്ത് പറയാണ്. എന്നാൽ ഇതേ നേരം തന്നെ കിങ്ങിന്റെ പാലസിൽ ഇപ്പോ കിങ് ഈബനെ കാണാനായിട്ട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. കാരണം ചാ മിസ്സിംഗ് ആയി പോയ അന്ന് നൈറ്റ് ഒരു നാട്ടില് ഫുൾ ഈബൺ ഡാവോസ് സൃഷ്ടിച്ചതും മാത്രമല്ല കിങ്ങിന്റെ പെർമിഷൻ ഇല്ലാതെ സോൾജിയേഴ്സിനെയൊക്കെ കൊണ്ട് തന്റെ പേഴ്സണൽ ആയിട്ടുള്ള ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചതിനൊക്കെ ഉള്ള ഒരു പണിഷ്മെന്റ് ആയിട്ട് ഇവന്റെ അങ്കിളും കൂടി ആയിട്ടുള്ള കിങ് ഇപ്പോ അവന്റെ കയ്യിലേക്ക് ഒരു സ്ട്രേഞ്ചേഴ്സിന്റെ ഒരു ലിസ്റ്റ് അയച്ചു കൊടുത്ത് ഇവരെല്ലാവരെയും കൊന്നുകളയാനായിട്ട് ആവശ്യപ്പെടുന്നുണ്ട്. കാരണം ഈ ഒരു കിങ് വന്ന സമയം മുതലേ അവൻ പാവം നമ്മുടെ ഈബണ്ണെ അവൻ എഗെയിൻസ്റ്റ് ആയിട്ട് പറയുന്നവരെ കൊല്ലാനായിട്ടുള്ള ഒരു ടൂൾ ആയിട്ട് മാത്രമാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. പാലസിൽ കാര്യങ്ങൾ അങ്ങനെ നടക്കുമ്പോൾ നമ്മുടെ ചായനെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു കിഡ്നാപ്പറെ ഇപ്പോൾ ആരോ ജയിലിൽ നിന്ന് തുറന്നു വിടുന്നുണ്ട്. അങ്ങനെ ഇപ്പൊ ആ ഒരു കിഡ്നാപ്പർ ചായനെ കെട്ടിവെച്ചിട്ടുണ്ടായിരുന്ന അതേ ഒരു കുട്ടിക്ക് ചെല്ലുമ്പോൾ അവിടെ ഊണ് അയാളെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് അയാൾ കാണുന്നുണ്ട്. അങ്ങനെ ഇതിലൂടെ തന്നെ ഊണ് തന്നെ ആയിരുന്നു ചായയുടെ ഈ ഒരു അറ്റാക്കിന് പുറകിലെന്നും അവള് മനഃപൂർവ്വമാണ് ചായന് നേരെ ഇങ്ങനെ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നതെന്നും നമുക്ക് വ്യക്തമാകും. അങ്ങനെ പിന്നീട് ഊണ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് ആ ഒരു അറ്റാക്കറിനോട് ചോദിച്ച് മനസ്സിലാക്കി അവള് സേഫ് ആണെന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം അവന്റെ കയ്യിലേക്ക് കുറച്ച് എക്സ്ട്രാ പണം കൊടുത്ത് അവനോട് ഈ ഒരു രാജ്യം വിട്ട് രക്ഷപ്പെടാനായിട്ട് ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും തൊട്ട് പിന്നാലെ തന്നെ ഇനി നീ ജീവിച്ചിരിക്കുകയാണെങ്കിൽ അത് എന്റെ ജീവന് ഒരു ആപത്തായിരിക്കും എന്നും പറഞ്ഞ് അവിടെ വെച്ച് അയാളുടെ പുറകിൽ നിന്ന് കുത്തി ഊണിപ്പോ ആ ഒരു കിഡ്നാപ്പറിനെ കൊന്നുകളയുന്നുണ്ട്. മാത്രമല്ല ചാ ആദ്യം വായിച്ചിരുന്ന നോവലിലെ ഒരു പാവം ഇന്നസെന്റ് ആയിട്ടുള്ള ക്യാരക്ടർ അല്ല ഊണിന്റെ എന്നതും ചായനെ കണ്ട ആ ഒരു നിമിഷം മുതലേ തന്നെ ചായയോട് ഊണിന് നല്ല രീതിയിലുള്ള കുശുമ്പും അസൂയും ഒക്കെ തോന്നി. എക്സ്പെഷ്യലി അവള് ഭാര്യ ആവാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ടിരുന്ന ഈബണ്ടൊപ്പം അവള് റിലേഷനിലായതും കൂടി അറിയുമ്പോൾ അവളോട് ദേഷ്യം തോന്നുന്ന ഊണ് മനഃപൂർവ്വം തന്നെയാണ് അവളുമായിട്ട് ഒരു ഫ്രണ്ട്ഷിപ്പ് ക്രിയേറ്റ് ചെയ്തതെന്നും അതിനുപയോഗിച്ചുകൊണ്ട് പല തവണ അവളെ കൊല്ലാനായിട്ട് നോക്കിയതും ഇതിനു മുമ്പ് അവളെ വെള്ളത്തിലേക്ക് തള്ളിയിട്ട് കൊല്ലാൻ നോക്കിയതൊക്കെ ഊണ് തന്നെയാണെന്നും നമ്മളിപ്പോൾ കാണിക്കുന്നുണ്ട്. അങ്ങനെ തന്റെ വഴിയിൽ തനിക്കെതിരായിട്ട് വരുന്ന എല്ലാത്തിനെയും താൻ നീക്കം ചെയ്യുമെന്ന് പറഞ്ഞ് അവളിപ്പോ അവിടെ നിന്ന് രക്ഷപ്പെടാനായിട്ട് നോക്കുന്ന അതേ സമയത്ത് തന്നെ സിയോങ് ഇപ്പോ അവിടേക്ക് എത്തുന്നുണ്ട്. സിയോങ്ങിനെ കണ്ട് ആദ്യം അവളൊന്ന് ഞെട്ടുന്നുണ്ടെങ്കിലും സിയോങ് ഇപ്പോ അവൾ ആ ഒരു കിഡ്നാപ്പറിനെ കുത്തിയ കത്തി എടുത്തിട്ട് നീ കുത്തിയത് ശരിയായിട്ടില്ലെന്നും പറഞ്ഞ് വീണ്ടും ആ ഒരു കിഡ്നാപ്പറിനെ ഒരിക്കലും കൂടി കുത്തി അയാളെ കൊന്നു കളയുന്നുണ്ട്. മാത്രല്ല എനിക്കും നിനക്കും വേണ്ടത് ഒരേ കാര്യമാണെന്ന് പറഞ്ഞ് അവര് രണ്ടുപേരും ഇപ്പോ പാർട്ട്നേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യാൻ തീരുമാനിക്കുന്നുണ്ട്.
കാണിക്കുന്നുണ്ട്. അതേ നേരം ഈബണ്ണെ കാണിക്കുകയാണെങ്കിൽ അവനിപ്പോ കിങ് പറഞ്ഞതനുസരിച്ച് ഒരു വയസ്സായിട്ടുള്ള ഒരാളെ കൊല്ലാനായിട്ട് അയാളുടെ വീട്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അയാളാകട്ടെ പണ്ടത്തെ കിങ്ങിന്റെ ഏറ്റവും അടുത്തൊരു വ്യക്തിയായിരുന്നതുകൊണ്ടും ഈബൺ എന്തായാലും തന്നെ കൊല്ലുമെന്ന് അയാൾക്ക് ഉറപ്പുണ്ടായിരുന്നതുകൊണ്ടും ആ ഓൾഡ് മാൻ ഇപ്പോ ഈബന്റെ അടുത്ത് തനിക്ക് സാവകാശം തരണമെന്നും നാളെ അദ്ദേഹത്തിന്റെ മകളുടെ വിവാഹമാണെന്നും അത് കഴിഞ്ഞാൽ നീ എന്നെ വന്ന് കൊന്നോളാനും പറഞ്ഞ് അയാൾ റിക്വസ്റ്റ് ചെയ്യുമ്പോൾ അത് കേട്ട് ഈബണപ്പോ അവന്റെ സ്വോർഡ് എടുത്ത് വെട്ടുകയും അവന്റെ കയ്യിലേക്കിപ്പോ അയാളുടെ ബ്ലഡ് തെറിക്കുകയും ചെയ്യുന്നുണ്ട്. അവിടുന്ന് സീൻ കട്ട് ചെയ്ത് പിന്നീട് നമ്മളെ കാണിക്കുന്നത് ചായനെയാണ്. അവളിപ്പോ ഒന്ന് ഓക്കെ ആയിട്ട് പുറത്തൊക്കെ ഇങ്ങനെ ഇറങ്ങി നടക്കുന്നതിന്റെ ഇടയിൽ തലേ ദിവസം തന്നെ പിടിച്ചുകൊണ്ട് പോയ ആ ഒരു കിഡ്നാപ്പർ മരിച്ചു കിടക്കുന്നത് കണ്ട് അവളാകെ ഷോക്ക്ഡ് ആവുമ്പോൾ അവളുടെ അടുത്ത് തന്നെ ഉണ്ടായിരുന്ന സിയോങ് ഇപ്പോ അവളെ വന്ന് ആശ്വസിപ്പിക്കുന്നുണ്ട്. അങ്ങനെ അവർ രണ്ടുപേരും ഒരുമിച്ച് നിൽക്കുന്ന ഒരു കാഴ്ച കണ്ടിട്ടാണ് അവിടേക്ക് ഈബൺ എത്തുന്നത്. ഇത് കണ്ട് ഈബൺ ഓട്ടോമാറ്റിക് ആയിട്ട് ദേഷ്യം വരുമ്പോൾ ഇത് മനസ്സിലാക്കി ചാ അവന്റെ അടുത്ത് തന്റെ കിഡ്നാപ്പർ ഇപ്പോ മരിച്ചു കിടക്കുന്നുണ്ടെന്നും അത് കണ്ട് താൻ ഷോക്ക്ഡ് ആയി പോയതാണെന്നും പറയുന്നുണ്ട്. ഇത് കേട്ട് കാര്യം മനസ്സിലായി ഈബണപ്പോ അവളെ ഹഗ് ചെയ്ത് ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോ തന്നെ ശരിക്കും ആ ഒരു കിഡ്നാപ്പറിനെ കൊന്നിട്ട് അവിടെ കൊണ്ടിട്ട് സിയോങ് തന്നെ ഒന്നും അറിയാത്ത പോലെ ഒരു കുറ്റം ഈബന്റെ തലയിൽ കെട്ടിവെക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് അയാൾ ഓൾറെഡി ഈബന്റെ കസ്റ്റഡിയിലായിരുന്നു എന്നും അങ്ങനെ ഒന്ന് പറഞ്ഞ രണ്ടാമത്തേന് അയാളുടെ ജീവനെടുത്ത് ഇങ്ങനെ കൊണ്ട് ഉപേക്ഷിക്കാമെങ്കിൽ ഈ നാട്ടില് ഈ നിയമത്തിന്റെ ഒക്കെ ആവശ്യമുണ്ടോ എന്നൊക്കെ അവൻ പബ്ലിക്കായിട്ട് ചോദിക്കുമ്പോൾ അത് കേൾക്കുന്ന അവിടെ ചുറ്റും കൂടിയിരുന്ന എല്ലാവർക്കും തന്നെ അതിന്റെ അർത്ഥം മനസ്സിലായിട്ട് ഈബന്റെ കസ്റ്റഡിയിലായിരുന്നു ആ ഒരു പ്രതിയെന്നും അതുകൊണ്ട് അവൻ തന്നെ ആയിരിക്കും അയാളെ ഇവിടെ കൊന്നിട്ടേന്നും എല്ലാവരും നിന്ന് പറയുന്നുണ്ട്. ഇത് ആദ്യമായിട്ട് കേൾക്കുന്ന ചായയും ഇപ്പൊ ചെറുതായിട്ട് അൺകംഫോർട്ടബിൾ ആകുന്നുണ്ട്. മാത്രമല്ല തിരിച്ച് അവര് വീട്ടിലേക്ക് എത്തുന്ന സമയത്ത് ഈബന്റെ കയ്യിലായിട്ട് ചോരപ്പാടുകളും കൂടി അവള് കാണുമ്പോൾ അത് കണ്ടിട്ട് ഈബണ്ണിനി താൻ പറഞ്ഞത് കേൾക്കാതെ തന്റെ വാക്കിന് യാതൊരു വിലയും തരാതെ ഒരു കിഡ്നാപ്പറിനെ കൊന്നു കളഞ്ഞു എന്ന് ചാ ഒരു നിമിഷം സംശയിക്കുന്നുണ്ട്. അങ്ങനെ തന്റെ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടി അവൾ ഈ ഒരു കാര്യം ഈബന്റെ അടുത്ത് ചോദിക്കുകയും നിങ്ങൾ ആരെയും കൊല്ലുന്നത് എനിക്ക് ഇഷ്ടമല്ലെന്നും ഇനി മുതൽ നിങ്ങൾ ആരെയും തന്നെ കൊല്ലരുതെന്നൊക്കെ അവനോട് ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. മാത്രമല്ല അവളിപ്പോ ഇൻഡയറക്റ്റ് ആയിട്ട് ആ ഒരു കിഡ്നാപ്പറിനെ കൊന്നത് ഈബൻ തന്നെ ആവണമെന്ന് ഡൗട്ട്ഫുൾ ആയിട്ട് സംസാരിക്കുമ്പോൾ അത് കേട്ട് ദേഷ്യം വരുന്ന ഈബൻ ആകട്ടെ നീ എന്താണ് എന്നെ പറ്റി വിചാരിച്ച് വെച്ചിരിക്കുന്നതെന്നും ശരിക്കും നീ എന്നെ മനസ്സിലാക്കിയിട്ടുണ്ടോന്നും നിനക്കെന്നെ വിശ്വാസം ഉണ്ടോന്നൊക്കെ അവൻ ചോദിക്കുന്ന ഒരു സീനോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ എൻഡ് ചെയ്യാണ്. സോ ഗൈസ് അങ്ങനെ ഇന്നത്തെ എപ്പിസോഡിൽ ഒരു വലിയ ട്വിസ്റ്റ് തന്നെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. കാരണം ചായന്റെ ഒപ്പം എപ്പോഴും കൂടെ ഉണ്ടായിരുന്ന ഊൺ തന്നെ പുറകെ കൂടെ അവളിങ്ങനെ കുത്തൂന്ന് നമ്മൾ ആരും വിചാരിച്ചിരുന്നില്ല. മാത്രമല്ല ഇതുവരെ വളരെ റൊമാൻറ്റിക് ആയി സ്വീറ്റ് ആയി പോയിക്കൊണ്ടിരുന്ന ഒരു റിലേഷൻഷിപ്പ് പെട്ടെന്ന് എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് എഫക്റ്റഡ് ആയ പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സോ എനിവേ ഇനി ഈ ഒരു കഥ എങ്ങനെയാണ് മുമ്പോട്ട് പോകുന്നതെന്നും നമ്മുടെ സ്വീറ്റ് ആയിട്ടുള്ള കപ്പിൾസ് ബ്രേക്കപ്പ് ചെയ്യേണ്ടി വരുമെന്നും അതുപോലെ ഊണാണ് ഇതിന്റെ പുറകിലെന്ന കാര്യം അവർ രണ്ടുപേരും അറിയോന്നൊക്കെ ഇനി വരുന്ന എപ്പിസോഡ് കൂടെ നമുക്ക് കാണാം. Till the next video, take care and bye-bye.